ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കടായി ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. രണ്ട് തക്കാളി, കുറച്ച് ചപ്പ്, 2 വലിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് 2 ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂൺ. ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ജീരകം 3 ടീസ്പൂൺ, ഏലക്കായ് ഒരു 8 പീസ്, പിന്നെ കറാമ്പൂവ് ഒരു 4 ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇനി നമ്മൾ വെള്ളിയുള്ളി 2 ചെറുതായി അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് കീറിയത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴറ്റിയതിന് ശേഷം 2 തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ചപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ പോയി കാണുക. നമുക്ക് ഉള്ളി വാടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് നമുക്ക് പേസ്റ്റാക്കണം. നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പേസ്റ്റാക്കി എടുത്തത് നമ്മൾ ഇതിലേക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുകയാണ്. ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് അതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് കാശ്മീർ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കളറും കൂടി കിട്ടുന്നതാണ്. ഈ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ റെഡ് കളർ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്തിരി റെഡ് കളർ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ഉണ്ട്. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിക്കാണ്ട് ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ പൊരിച്ചതാണ്. ഇതിപ്പോൾ ചിക്കൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക്
ആഡ് ചെയ്യാണ്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ പൊരിച്ച എണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് സവാള ഒന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ ആ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി ബാക്കിയുണ്ടാവും. അത് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. 2 കയ്യിൽ അതിൻ്റെ മേലെ തൂവി കൊടുക്കുക. ശേഷം നമ്മൾ ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ചപ്പും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.